ടാക്ടിക്സ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇംഗ്ലീഷ് ഗ്രാമറിൽ എപ്പോഴും എല്ലാ പി എസ് എക്സാമിനും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. റിലേറ്റീവ് പ്രൊണൗൺ. അതാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. റിലേറ്റീവ് പ്രൊണൗൺ എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാ പി എസ് സിക്സാമിനും ചോദിക്കുന്ന ഒരു ഏരിയയാണ് റിലേറ്റീവ് പ്രൊണൗൺ. എന്താ റിലേറ്റീവ് പ്രൊണൗൺ? അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഹൂ, ഹൂം, വിച്ച്, ഹൂസ്, ദാറ്റ്, വേർ. ആരൊക്കെയാ? ഹൂ, ഹൂം, വിച്ച്, ഹൂസ്, ദാറ്റ്, വേർ. ഈ 6 വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന്റെ ഇടയിൽ കണ്ടാൽ അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് പ്രൊണൗൺ. മനസ്സിലായി? ഏതൊക്കെയാ? ഹൂ, ഹൂം, വിച്ച്, ഹൂസ്, ദാറ്റ്, വേർ. ഈ 6 വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന്റെ ഇടയിൽ കണ്ടാൽ അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് പ്രൊണൗൺ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഹൂ എവിടെയാണ് ചേർക്കുക? അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. ഹൂ 2 ഭാഗത്താണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതിൽ ഫസ്റ്റ് ഭാഗം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ചോദ്യത്തിൽ ഡാഷിന് തൊട്ട് മുമ്പ് നോക്കുക, ഒരു വ്യക്തിനെ കുറിച്ച് പരാമർശിക്കും. ഇവിടെ ഒരു മനുഷ്യനാവണം. ഇവിടെ മൃഗങ്ങളോ ജീവനില്ലാത്ത സാധനങ്ങളൊന്നും വരരുത്, ഒരു മനുഷ്യനാവണം. ഇനി ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് എന്താ? ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ്. ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് എന്താ? ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് ചോദ്യമെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊണൗൺ ഹൂ ആണ്. എന്താ ചേർക്കുക? ഹൂ ആണ് ചേർക്കുക. ഇവിടെ എന്താ ചേർക്കുക? ഹൂ. ഒരു കാര്യം കൂടി ഇവിടെ പറയാണ്ട്, ഇവിടെ ഇങ്ങനത്തെ ഒരു ചോദ്യമാണെങ്കിൽ ചോയ്സിൽ നോക്കുക. ഇവിടെ ഹൂ ശരിയാണ്. ഒരാൾ കൂടി ഇവിടെ ചേർക്കുക. ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊണൗണും ഇവിടെ ചേർക്കുക. ഇവിടെ ആരും ചേർക്കുക? ദാറ്റും ചേർക്കുക. അപ്പൊ നിങ്ങൾ നോക്കണം, ചോയ്സിൽ നോക്കണം. ഹൂ അല്ലെങ്കിൽ ദാറ്റ്, ഇത് രണ്ടും ചോയ്സിലുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ഹൂ ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് അവിടെ ഹൂവിനാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇനി ചിലപ്പോ ഹൂ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുകയും ചിലപ്പോ ഹൂ ഉണ്ടാവില്ല, ഹൂസ്, അങ്ങനെ വേറെ 4-3 ചോയ്സ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഹൂ ഇല്ലെങ്കിൽ നിങ്ങൾ ദാറ്റ് ആണ് ബബിൾ ചെയ്യേണ്ടത്. ആരാ ബബിൾ ചെയ്യേണ്ടത്? ദാറ്റ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഡാഷിന് തൊട്ട് മുമ്പ് ഒരു വ്യക്തി, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ്. ഓക്സിലറി വെർബ് അറിയില്ല, നിങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മൊത്തം 24 ഓക്സിലറി വെർബ് ഉള്ളത്. അതിൽ നമുക്ക് പി എസ് സിക്ക് വേണ്ടത് ഒരു 20 ഓക്സിലറി വെർബ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈസ്, ആം, ആർ, വാസ്, വേർ, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, മസ്റ്റ്. ഓക്കെ, ശരി. ഈ 20 ഓക്സിലറി വെർബിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ വരണം. അല്ലെങ്കിൽ മെയിൻ വെർബ്. എന്താ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ അറിയോ? എന്താ മെയിൻ വെർബ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് ഇംഗ്ലീഷിൽ എന്തെന്ന് പറയാം? മെയിൻ വെർബ്. ഓടുക, ചാടുക, നിൽക്കുക, പോകുക, വരുക, എടുക്കുക, കൊടുക്കുക, നോക്കുക, കാണുക, വായിക്കുക, പഠിക്കുക, കളിക്കുക, കുളിക്കുക, ജയിക്കുക, തോൽക്കുക, കിട്ടുക, നഷ്ടപ്പെടുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ. അല്ലെ, ജയിക്കുക, തോൽക്കുക, കിട്ടുക, നഷ്ടപ്പെടുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെയാണ് ഇംഗ്ലീഷിൽ എന്തെന്ന് പറയാം? മെയിൻ വെർബ് എന്ന് പറയാം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഹൂ ചേർക്കേണ്ട ഭാഗം ഡാഷിന് തൊട്ടുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബിൽ ആരെങ്കിലും ഒരാൾ വരും, അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊണൗൺ എന്താ? ഹൂ. ഇവിടെ എന്തും ചേർക്കാം. ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊണൗൺ ഇവിടെ ചേർക്കാം. ഒരു തെറ്റുമില്ല. ഇത് രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ ഹൂ ആണ് ശരി, ഹൂ ഇല്ലെങ്കിൽ ദാറ്റ് ആണ് ശരി കേട്ടോ. ഓക്കെ, ശരി. ഞാൻ 2 ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഷീല ഈസ് ദ ഗേൾ ഡാഷ് പാസ്ഡ് +2 വിത്ത് ഫുൾ A+. അടുത്ത ചോദ്യം, റഹീം ഈസ് ദ സ്റ്റുഡന്റ് ഡാഷ് വിൽ ഗോ ടു ചെന്നൈ ടുമോറോ. അല്ലെ, തീർച്ചയായിട്ടും നോക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താ? ഡാഷിന് തൊട്ടുമ്പോ ഗേൾ എന്നറിയപ്പെടുന്ന ഒരു പദമുണ്ട്. ഗേൾ അതൊരു വ്യക്തിയല്ലേ? അതൊരു മനുഷ്യ ജീവിയാണ്, പെൺകുട്ടി, ഗേൾ. ഇനി ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് എന്താ? പാസ്ഡ്. ഇല്ല, ജയിച്ചു, ജയിക്കുക, തോൽക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? മെയിൻ വേർബ്. എന്താ വിളിക്കാം? മെയിൻ വേർബ്. അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ വ്യക്തി, ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബിൽ ആരെങ്കിലും ഒരാളുണ്ടെന്ന് നോക്കാം. അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊണൗൺ എന്താണ്? ഹൂ. എന്താ ചേർക്കാം? ഹൂ. ഇവിടെ എന്തും ചേർക്കാം. ഒരാൾ കൂടി ഇവിടെ ചേർക്കാം. ആരാ? ദാറ്റും ചേർക്കാം. ഒരു തെറ്റുമില്ല ഇവിടെ. ഇത് രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ ഹൂ ആണ് ശരി, ഹൂ ഇല്ലെങ്കിലോ ദാറ്റ് ആണ് ശരി. മറക്കരുത്. ചിലപ്പോ ഹൂ ഉണ്ടാവില്ല, അപ്പൊ ദാറ്റ് ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത്. ഹൂ ഉണ്ടെങ്കിൽ ഹൂ ആണ് ബബിൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? റഹീം ഈസ് ദ സ്റ്റുഡന്റ് ഡാഷ് വിൽ ഗോ ടു ചെന്നൈ ടുമോറോ. നോക്ക്, ഡാഷിന് തൊട്ടുമ്പോ നമുക്ക് സ്റ്റുഡന്റ് ഒരു വ്യക്തിയാണ് അല്ലെ? ഒരു വ്യക്തിയാണ്, അതൊരു മനുഷ്യ ജീവിയാവണം. ഞാൻ പറഞ്ഞു, ചിലപ്പോ ഗേൾ എന്ന് പറഞ്ഞിട്ട് തരും, അത് ചിലപ്പോൾ ബോയ് എന്ന് പറഞ്ഞിട്ട് തരും, ചിലപ്പോൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് തരും. എന്തോ ആയിക്കോട്ടെ, അതൊരു മനുഷ്യനാവണം. ഇനി ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താ? വിൽ. ഈ വിൽ എന്നുള്ള വാക്കിന് എന്താ പറയാ? ഓക്സിലറി വെർബ്. എന്താ വിളിക്കാം? ഓക്സിലറി
ഓക്സിലറി വെർബ്. അപ്പൊ ഡാഷിന് തൊട്ടുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ്. ഇവിടെ ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഇവിടെ എന്താ ചേർക്കാം? ഇവിടെ എന്ത് റിലേറ്റീവ് ആണ് യൂസ് ചെയ്യാം? ഹു. ഇവിടെ എന്തും ചേർക്കാം, ദാറ്റും ചേർക്കാം. ഇത് രണ്ടും ചോയ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഹു ബബിൾ ചെയ്യണം. ഹു ഇല്ലെങ്കിലാണ് ദാറ്റ് ബബിൾ ചെയ്യേണ്ടത്. മറക്കരുത് കേട്ടോ. ശരി. അപ്പൊ ഇതാണ് ഹു ചേർക്കേണ്ട ഒന്നാമത്തെ ഭാഗം. ശരി. ഇനി ഹു ചേർക്കേണ്ട രണ്ടാമത്തെ ഭാഗം പറഞ്ഞ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്ക, ചോദ്യത്തിൽ നോക്ക, ഡാഷിന് തൊട്ട് മുമ്പ് നോക്ക ഒരു വ്യക്തി വരും. ഇവിടെ ഒരു മനുഷ്യനാവണം. ഇനി നോക്ക, ഇനി ഡാഷ് കഴിഞ്ഞ ഐന്നോ യൂന്നോ ദേന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കരുത്. ആ ചോദ്യത്തിന്റെ അവസാനം പ്രിപ്പോസിഷൻ ഉണ്ടോ നോക്കുക. എന്തുണ്ടോ നോക്കുക? പ്രിപ്പോസിഷൻ. എന്താ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ആ ഫോർന്നോ അല്ലെങ്കിൽ വിത്ത്ന്നോ അല്ലെങ്കിൽ ബൈന്നോ അല്ലെങ്കിൽ ടൂന്നോ ഇങ്ങനത്തെ വാക്കുകൾക്ക് ഇംഗ്ലീഷ് എന്താ പറയാ? പ്രിപ്പോസിഷൻ. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഇനി ആ ചോദ്യത്തിന്റെ അവസാനം പ്രിപ്പോസിഷൻ വന്നാൽ ഇങ്ങനത്തെ ഒരു ചോദ്യമാണെങ്കിൽ ഇവിടെ ഒറ്റ റിലേറ്റീവ് പറഞ്ഞ മാത്രമേ സ്ഥാനമുള്ളൂ. ആരാ? ഹു. ഇവിടെ ഹു മാത്രം എഴുതാൻ പാടുള്ളൂ. പകരം ദാറ്റ് ചേർക്കരുത്. ദാറ്റ് ചേർത്താൽ തെറ്റാ. ദാറ്റ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കണ്ടീഷനിലാണ് ഹൂവും ദാറ്റും രണ്ട് ചേർക്കാം. രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ ഹു എഴുതണം, ഹു ഇല്ലെങ്കിൽ ദാറ്റ് എഴുതണം. പക്ഷെ ഇവിടെ ഹു മാത്രമേ എഴുതാൻ പാടുള്ളൂ. ചോയ്സിൽ ഹു ഉണ്ടാവും ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യമാണെങ്കിൽ. എങ്ങനത്തെ ചോദ്യം? ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, ഇനി ഡാഷ്, ഇനി ആ ചോദ്യത്തിന്റെ അവസാനം പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഫോർന്നോ ടൂന്നോ വിത്ത്ന്നോ ബൈന്നോ അങ്ങനത്തെ വാക്കുകൾക്ക് എന്തെന്ന് പറയാ? പ്രിപ്പോസിഷൻ എന്ന് പറയാം. അങ്ങനത്തെ ചോദ്യമാണെങ്കിൽ ഡാഷിന് തൊട്ട് മുമ്പ് വ്യക്തി, അവസാന പ്രിപ്പോസിഷൻ ആണെങ്കിൽ അവിടെ എന്താ ചേർക്കാം? ഹു. ഹു മാത്രം അവിടെ എഴുതാൻ പാടുള്ളൂ. ഒരു ചോദ്യം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. റഹീം ഈസ് ദ സ്റ്റുഡന്റ് ഡാഷ് വി ആർ വെയിറ്റിംഗ് ഫോർ. നോക്ക്, ഡാഷിന് തൊട്ടുമ്പോ നോക്ക, സ്റ്റുഡന്റ് ഒരു വ്യക്തിയാണ് അല്ലെ. ഇനി ഡാഷ് കഴിഞ്ഞ വി എന്നൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കരുത്. ആ ചോദ്യത്തിന് അവസാനം ഒരാൾ വന്നിട്ടുണ്ട്. അയാളാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ആരാ? ഫോർ. ആ പദത്തിന് എന്താ വിളിക്കുക? പ്രിപ്പോസിഷൻ. എന്താ വിളിക്കുക? പ്രിപ്പോസിഷൻ. അപ്പൊ ഡാഷിന് തൊട്ടുമ്പ് വ്യക്തി, ആ ചോദ്യത്തിന് അവസാനം പ്രിപ്പോസിഷൻ. ഇങ്ങനത്തെ ഒരു ചോദ്യമാണെങ്കിൽ ഇവിടെ ഒറ്റ റിലേറ്റീവ് മാത്രം ഇവിടെ എഴുതാൻ പാടുള്ളൂ. ആരാ? ഹു. മനസ്സിലായോ? ഡാഷിന് തൊട്ടുമ്പ് വ്യക്തി, അവസാന പ്രിപ്പോസിഷൻ ആണെങ്കിൽ അവിടെ ഹു ആണ്. ശരി കേട്ടോ. ശരി. അപ്പൊ ഇതാണ് ഹു വെച്ച് പറയാനുള്ളത്. ഓക്കെ, ഈ രണ്ട് ഭാഗത്താണ് ഹു ചേർക്കുക കേട്ടോ. ശരി. ഇനി ഹൂം ചേർക്കേണ്ട രണ്ട് ഭാഗം. ഹൂം ചേർക്കേണ്ട ഭാഗം ഇനി പറയുന്നത്, ഹൂം ചേർക്കേണ്ട ഭാഗം രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ടെണ്ണം അങ്ങനത്തെ ചോദ്യമാണെങ്കിൽ അവിടെ ഹൂം ചേർക്കാൻ പാടുള്ളൂ. അല്ല, ഒന്നാമത്തെ ഭാഗം ഞാൻ അപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒന്നാമത്തെ ഭാഗം നോക്ക, ഡാഷിന് തൊട്ടുമ്പോ നോക്ക ഒരു വ്യക്തി വരും. ഡാഷിന് തൊട്ടുമ്പോ വരും ഒരു വ്യക്തി വരും. ഇനി ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് ഐ യു ദേ വി ഹി ഷി. ഇതിലാരെങ്കിലും ആൾ വരും. ഐ യു ദേ വി ഹി ഷി. ഇതിലാരെങ്കിലും ആൾ വരും. ഈ 6 വാക്കിനെ വിളിക്കുന്ന ഒരു ഒറ്റ പേരുണ്ട്. എന്താ? ഈ 6 വാക്കിനെ വിളിക്കുന്ന ഒരു ഒറ്റ പേരുണ്ട്. എന്താ? പ്രനൗൺ. എന്താ വിളിക്കുക? പ്രനൗൺ. അപ്പൊ ഡാഷിന് തൊട്ടുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് പ്രനൗൺ ആകണം. എന്താ പ്രനൗൺ എന്ന് പറഞ്ഞാൽ? ഐ യു ദേ വി ഹി ഷി. ഐ യു ദേ വി ഹി ഷി. ഈ 6 വാക്കുകൾക്ക് എന്തെന്ന് വിളിക്കുക ഇംഗ്ലീഷില്? പ്രനൗൺ അല്ലെ. അപ്പൊ ഡാഷിന് തൊട്ടുമ്പ് വ്യക്തി, ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് പ്രനൗൺ ആകണം. അല്ലെങ്കിൽ ഓൾ അല്ലെങ്കിൽ എവരിവൺ അല്ലെങ്കിൽ എവരിബഡി. ഇതിൽ ആരെങ്കിലും ഒരാളാണ്. ഓൾ അല്ലെങ്കിൽ എവരിവൺ അല്ലെങ്കിൽ എവരിബഡി. ഇതിൽ ആരെങ്കിലും ഒരാളാണ്. അതിന്റെ ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചോദ്യത്തിന്റെ അവസാനം ഒരിക്കലും പ്രിപ്പോസിഷൻ വരാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡാഷിന് തൊട്ടുമ്പോ വ്യക്തി വരികയും അവസാനം പ്രിപ്പോസിഷൻ വന്ന അവിടെ എന്താ ചേർക്കുക? അവിടെ ഹു ആണ് ചേർക്കേണ്ടത്. മറക്കരുത്. ഡാഷിന് തൊട്ടുമ്പോ വ്യക്തി, ചിലപ്പോൾ ഡാഷ് കഴിഞ്ഞ യുന്നോ വിന്നോ ദേന്നോ ഓൾന്നോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിന് അവസാനം പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ഹു ആണ് ശരി. കാരണം ഡാഷിന് തൊട്ടുമ്പോ വ്യക്തിയും അവസാന പ്രിപ്പോസിഷൻ വന്നാൽ ഹു ആണ് ചേർക്കുക. പക്ഷെ ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? ഡാഷിന് തൊട്ടുമ്പോ വ്യക്തി വരും. ഇനി ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് എന്താ? ഐ യു ദേ വി ഹി ഷി. ഇതിൽ ആരെങ്കിലും ഒരാൾ വരും. ഇതിലെന്താ വിളിക്കുക? പ്രൊണൗൺ വരും. അല്ലെങ്കിൽ ഓൾ അല്ലെങ്കിൽ എവരിവൺ അല്ലെങ്കിൽ എവരിബഡി. ഇതിൽ ആരെങ്കിലും ഒരാൾ വരും. അതിലൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചോദ്യത്തിന് അവസാനം ഒരിക്കലും പ്രിപ്പോസിഷൻ വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ എന്താ ചേർക്കുക? ഹൂം ആണ് ശരി കേട്ടോ. ഞാൻ ഇവിടെ 2 ചോദ്യം എത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കൂ. ഷീല ഈസ് ദ ഗേൾ ഡാഷ് ഐ മെറ്റ്. അപ്പൊ ഈ സ്ട്രക്ചർ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഡാഷിന് മുമ്പ് ആരൊക്കെയുണ്ട്, ഡാഷിന് ശേഷം ആരൊക്കെയുണ്ട്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. നോക്കുക, ഡാഷ് തൊട്ടുമ്പോ ഗേൾ എന്നറിയപ്പെടുന്ന ഒരു പദമുണ്ട്. ഗേൾ അല്ലെ, അതൊരു വ്യക്തിയല്ലേ? തീർച്ചയായിട്ടും. ഇനി ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് എന്താ? ഐ അല്ലെ. അപ്പൊ ഡാഷിൽ തൊട്ടുമ്പോ വ്യക്തി, ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് പ്രൊണൗൺ ആകണം. എന്താ പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ? ഐ യു ദേ വി ഹി ഷി. ഇതിനാണ് ഇംഗ്ലീഷിൽ എന്താ പറയാ? പ്രൊണൗൺ. ഇതിൽ ഐ എന്നറിയപ്പെടുന്ന പ്രൊണൗൺ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൾ അല്ലെങ്കിൽ എവരിവൺ അല്ലെങ്കിൽ എവരിബഡി. ആ 3 ആരെങ്കിലും ഒരാൾ. ഓൾ അല്ലെങ്കിൽ എവരിവൺ അല്ലെങ്കിൽ എവരിബഡി. ഇതിൽ ആരെങ്കിലും ഒരാൾ വരും. അതിലൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചോദ്യത്തിന്റെ അവസാനം ഒരിക്കലും പ്രിപ്പോസിഷൻ വരാൻ പാടില്ല. ഉണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ എന്താ ചേർക്കുക? ഹൂം എന്നറിയപ്പെടുന്ന റിലേറ്റീവ് പ്രൊണൗൺ മാത്രമേ സ്ഥാനമുള്ളൂ അല്ലെ? തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം എന്താ?
മൈ ഫാദർ ഈസ് ദ പേഴ്സൺ ഡാഷ് എവരിബഡി റെസ്പെക്ട്സ്. ഇതാണ് ചോദ്യം. നോക്കുക, ഡാഷിന് തൊട്ടുമ്പോ നോക്കുക ഒരു വ്യക്തി വന്നിട്ടുണ്ട്. പേഴ്സൺ, വ്യക്തി, എന്റെ പിതാവ് എന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താ? എവരിബഡി. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. PSC ഒരുപാട് തവണ എവരിബഡി എന്നുള്ളൊരു പദം ഉണ്ട്, കണ്ടോ? അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ വ്യക്തി, ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് പ്രൊണൗൺ ആകണം, അല്ലെങ്കിൽ ഓൾ, അല്ലെങ്കിൽ എവരിവൺ, അല്ലെങ്കിൽ എവരിബഡി. ഇവിടെ എവരിബഡി വന്നിട്ടുണ്ട്. അതിലൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചോദ്യത്തിന് അവസാനം പ്രിപ്പോസിഷൻ ഉണ്ടോ നോക്കണം. ഉണ്ടോ? ഇല്ല. ഇതേ ചോദ്യത്തിൽ അവസാനം പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ എന്താ വരിക? ഫോറാ വരിക. മറക്കരുത് കേട്ടോ, ഫോറാ വരിക, മറക്കരുത്. ഇവിടെ പ്രിപ്പോസിഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഡാഷിൽ തൊട്ടുമ്പോ വ്യക്തി, ഡാഷ് കഴിഞ്ഞ ഉടനെ എവരിബഡി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ എന്താ വരിക? ഹൂം ആണ് ശരി. എന്താ വരിക? ഹൂം. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് ഹൂം വെച്ച് പറയാനുള്ള ഒന്നാമത്തെ ഭാഗം. ഇനി ഹൂം ചേർക്കേണ്ട രണ്ടാമത്തെ ഭാഗമാണ്. ശ്രദ്ധിച്ചോളൂ. നോക്ക, ചോദ്യം നോക്ക, ചോദ്യത്തിൽ നോക്ക, ഡാഷിന് തൊട്ട് മുമ്പ് നോക്ക. ഡാഷിന് തൊട്ട് മുമ്പാണ്, മറക്കരുത്. ഡാഷിന് തൊട്ട് മുമ്പ് ഒരു പ്രിപ്പോസിഷൻ വരണം. ആര് വരണം? പ്രിപ്പോസിഷൻ വരണം. ഇനി ആ പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് നോക്കുക ഒരു വ്യക്തി വരണം. ആര് വരണം? ഒരു വ്യക്തി വരണം. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് വ്യക്തി. ശ്രദ്ധിക്കണം, ഡാഷിന് തൊട്ട് മുമ്പാണ് പ്രിപ്പോസിഷൻ, ആ പ്രിപ്പോസിഷൻ തൊട്ട് മുമ്പാണ് വ്യക്തി. ഇങ്ങനത്തെ ഒരു ചോദ്യമാണെങ്കിൽ ഇവിടെ ഒറ്റ റിലേറ്റീവ് പ്രോണൗൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ആരാ? ഹൂം, 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 ഹൂം മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ. ഡാഷിന് തൊട്ടുമ്പ് പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ തൊട്ടുമ്പ് വ്യക്തിയാണെങ്കിൽ ഹൂം. വളരെ സിമ്പിൾ ആണ് ഇതൊക്കെ അല്ലെ. നോക്കുക, മൈ ഫാദർ ഈസ് ദ പേഴ്സൺ ഫോർ ഡാഷ് വി ആർ വെയിറ്റിംഗ്. ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ് PSC-ന്റെ. ഡാഷിന് തൊട്ടുമ്പോ നോക്കുക ഫോർ എന്നറിയപ്പെടുന്ന പ്രിപ്പോസിഷൻ. ആ പ്രിപ്പോസിഷൻ തൊട്ടുമ്പോ നോക്കുക പേഴ്സൺ, വ്യക്തി, എന്റെ പിതാവ് എന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ പ്രിപ്പോസിഷൻ, ആ പ്രിപ്പോസിഷൻ തൊട്ടുമ്പോ വ്യക്തിയാണോ? എന്താ ചേർക്കുക? ഹൂം. എന്താ ചേർക്കുക? ഹൂം. ഇതാണ് ഹൂം വെച്ച് പറയാനുള്ളത്. ഓക്കെ, ശരി. അപ്പൊ ഹൂം വെച്ച് പറയുന്ന രണ്ട് ഭാഗമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വിച്ച് ആൻസർ ആയിട്ട് വരുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ. വിച്ച് രണ്ട് ഭാഗത്താണ് ആൻസർ ആയിട്ട് വരിക. വിച്ച് രണ്ട് ഭാഗത്താണ് ആൻസർ ആയിട്ട് വരിക. ഒന്നാമത്തെ ഭാഗം പറയുന്നത് നോക്കുക, ഡാഷിന് തൊട്ട് മുമ്പ് നോക്കുക ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വസ്തു വരണം. ഡാഷിന് തൊട്ട് മുമ്പ് ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ. വസ്തു പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത സാധനം. ഇപ്പൊ മൊബൈൽ ഫോണിന് ജീവനുണ്ടോ? വസ്തുവാണ്. കാർ ജീവനുണ്ടോ? വസ്തുവാണ്. ഞാൻ ഹൗസ് എന്ന് പറയുന്നത് വീടിന് ജീവനുണ്ടോ? വസ്തുവാണ്. ഇതൊക്കെയാണ് വസ്തു എന്ന് പറയുന്നത്. തിങ്സ് എന്ന് പറയും. ഇംഗ്ലീഷിൽ തിങ് എന്നാ പറയാം. തിങ് എന്ന് പറഞ്ഞ അർത്ഥം വസ്തു, വസ്തു പറഞ്ഞ അർത്ഥം ജീവനില്ലാത്ത സാധനം. അല്ലെങ്കിൽ ആനിമൽ, മൃഗം വരണം അല്ലെ. എലിഫന്റ് എന്നോ കാറ്റ് എന്നോ അതൊക്കെ ആനിമൽ അല്ല തീർച്ചയായിട്ടും. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വന്നാൽ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണൗൺ എന്താ? വിച്ച് ആണ് ചേർക്കുക. എന്താ ചേർക്കുക? വിച്ച്. ഇവിടെ ഒരാളെയും കൂടി ചേർക്കാം, ദാറ്റ്. ഇവിടെ ദാറ്റും ചേർക്കാൻ ഒരു തെറ്റുമില്ല. അപ്പൊ നിങ്ങൾ നോക്കണം, ഇങ്ങനത്തെ ഒരു ചോദ്യമാണെങ്കിൽ ചോയ്സിൽ നോക്കണം വിച്ച്, ദാറ്റ്. ഇത് രണ്ടും ചോയ്സിലുണ്ട് നോക്കണം. ഇത് രണ്ടും ചോയ്സിലുണ്ടെങ്കിൽ ആരെ ശരി? വിച്ച് ആണ് ശരി. വിച്ച് ആണ് ശരി. വിച്ചിനെയാണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത് രണ്ട് ചോയ്സിലുണ്ടെങ്കിൽ. ഇതേ ചോദ്യം ചോദിച്ചിട്ട് വിച്ച് ഇല്ലെങ്കിൽ അവിടെ ദാറ്റിനെയാണ് ബബിൾ ചെയ്യേണ്ടത്. മനസ്സിലായി? ഇവിടെ വിച്ച് ശരിയാ, ദാറ്റ് ശരിയാ. ഇത് രണ്ടും ചോയ്സിലുണ്ടെങ്കിൽ വിച്ച് ബബിൾ ചെയ്യണം, വിച്ച് ഇല്ലെങ്കിൽ ദാറ്റ് ബബിൾ ചെയ്യണം. മറക്കരുത് കേട്ടോ. ഓക്കെ, ഓക്കെ. രണ്ട് ചോദ്യം എഴുതിയിട്ടുണ്ട്. ദ കാറ്റ് ഡാഷ് ഐ റെസ്ക്യൂഡ് വാസ് എ ബ്ലാക്ക് വൺ. ദ കാറ്റ് ഡാഷ് ഐ റെസ്ക്യൂഡ് വാസ് എ ബ്ലാക്ക് വൺ. നോക്ക്, ഡാഷിന് തൊട്ടുമ്പോ നോക്കുക ഒരു ആനിമൽ ഉണ്ട്. പൂച്ച. പൂച്ച ആനിമൽ അല്ലേ? മൃഗമാണ്. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഈ മൃഗം വന്നിട്ടുണ്ട്, കാറ്റ് അല്ലെ. അങ്ങനെ വന്നാൽ ഇവിടെ എന്താ ചേർക്കുക? ഇവിടെ എന്താ ചേർക്കുക? വിച്ച്. ഇവിടെ ഒരാളെയും കൂടി ചേർക്കുക. ആരാ? ഇവിടെ ദാറ്റും ചേർക്കാം, ഒരു തെറ്റുമില്ല. അപ്പൊ അത് ചോയ്സിൽ രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ വിച്ച് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം, വിച്ച് ഇല്ലെങ്കിൽ ദാറ്റ് പബ്ലിഷ് ചെയ്യണം. മറക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം എന്താ? ദ കാർ ഡാഷ് ഐ ബോട്ട് ഈസ് നോട്ട് ഗുഡ്. ഞാൻ വാങ്ങിയ കാർ ഈസ് നോട്ട് ഗുഡ്. ഒരു സുഖമില്ലാത്ത കാർ, നല്ല കാറല്ല. അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ നോക്കൂ കാർ എന്നറിയപ്പെടുന്ന ഒരു പദമുണ്ട്. കാർ എന്തിലാ പെടുത്തുക? വസ്തുവിൽ പെടുത്തണം. കാറിന് ജീവനുണ്ടോ? ഇല്ല. അപ്പൊ ഡാഷിന് തൊട്ടുമ്പ് ഒരു മൃഗമോ അല്ലെങ്കിൽ വസ്തുവോ വന്നാൽ, ഡാഷിന് തൊട്ടുമ്പ് ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണൗൺ എന്താ? വിച്ച്. ഇവിടെ എന്തും ചേർക്കാം, ഇവിടെ എന്തും ചേർക്കാം, ദാറ്റും ചേർക്കാം. ഇത് രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ വിച്ച് ബബിൾ ചെയ്യണം, വിച്ച് ഇല്ലെങ്കിൽ ദാറ്റ് ബബിൾ ചെയ്യണം. ഓക്കെ, ഇതാണ് വിച്ച് വെച്ച് പറയാനുള്ള ഒന്നാമത്തെ ഭാഗം. ഓക്കെ, ഇനി വിച്ച് ചേർക്കേണ്ട രണ്ടാമത്തെ ഭാഗം പറയുന്നത് നോക്കുക. ഡാഷിന് തൊട്ട് മുമ്പ് നോക്കുക ഒരു പ്രിപ്പോസിഷൻ വരും. ഡാഷിന് തൊട്ട് മുമ്പ് നോക്കുക ഒരു പ്രിപ്പോസിഷൻ വരും. ആ പ്രിപ്പോസിഷന് തൊട്ടുമ്പോ നോക്കുക ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വസ്തു. ആ പ്രിപ്പോസിഷന് തൊട്ടുമ്പോ ആരാ വരിക? ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വസ്തു. ഒന്നുകൂടി ഞാൻ പറയാം. ഡാഷിന് തൊട്ടുമ്പോ നോക്കുക ഒരു പ്രിപ്പോസിഷൻ വരും. ആ പ്രിപ്പോസിഷന് തൊട്ടുമ്പോ നോക്കുക ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വസ്തു വന്നാൽ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണൗൺ എന്താ? വിച്ച്. ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണൗൺ എന്താ? വിച്ചിന് മാത്രം ഇവിടെ സ്ഥാനമുള്ള. പകരം ദാറ്റ് ചേർക്കാൻ പാടില്ല, വിച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഡാഷിന് തൊട്ടുമ്പോ പ്രിപ്പോസിഷൻ, ആ പ്രിപ്പോസിഷൻ തൊട്ടുമ്പോ വ്യക്തിയാണെങ്കിൽ എന്താ വരിക? അതൊരു തൊട്ടുമ്പോ പറഞ്ഞു ഹൂം ആണ് വരിക. ഹൂം. ഇവിടെ വ്യക്തിയല്ല, ഡാഷിന് തൊട്ടുമ്പോ പ്രിപ്പോസിഷൻ, ആ പ്രിപ്പോസിഷൻ തൊട്ടുമ്പോ മൃഗം അല്ലെങ്കിൽ വസ്തു, മൃഗമോ അല്ലെങ്കിൽ വസ്തുവോ വന്നാൽ അവിടെ എന്താ ചേർക്കുക? വിച്ചിന് മാത്രമേ സ്ഥാനമുള്ളൂ. പകരം ദാറ്റ് ചേർക്കരുത്. ദാറ്റ് ചേർത്ത തെറ്റ, വിച്ച് മാത്രം എഴുതാൻ പാടുള്ളൂ. ഒന്നാമത്തെ ചോദ്യം എന്താ?
ദിസ് ഈസ് ദ ഹൗസ് ഇൻ ഡാഷ് ഐ ഹാഡ് ലിവ്ഡ് ഫോർ എ ലോങ് ടൈം അല്ലെ. നോക്ക് ഡാഷിന് തൊട്ടുമ്പോൾ നോക്കുക ഇൻ എന്നറിയപ്പെടുന്ന ഒരു പദമുണ്ട്. അതെന്താ? പ്രിപ്പോസിഷൻ ആണ്. ആ പ്രിപ്പോസിഷൻ തൊട്ടുമ്പോൾ നോക്കുക ഹൗസ് വീട്. വീടിന് ജീവനുണ്ടോ? ഇല്ല. അതെന്തിലാ പെടുക? വസ്തുവിൽ പെടും. അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് പ്രിപ്പോഷൻ, ആ പ്രിപ്പോഷൻ തൊട്ട് മുമ്പ് മൃഗം അല്ലെങ്കിൽ വസ്തു അല്ലെ. ഇവിടെ ഉണ്ട് ഒരു വീടൊക്കെ വസ്തുവിൽ പെടുത്തുന്നു, ജീവനില്ലല്ലോ. ഓക്കെ, അപ്പൊ വസ്തുവിൽ പെടും. എന്താ വരിക? വിച്ചാണ് ശരി, വിച്ചാണ് ശരി. അടുത്ത ചോദ്യം എന്താ? ദിസ് ഈസ് ദ എലിഫന്റ് ഓൺ ഡാഷ് ഐ ട്രാവൽ യെസ്റ്റർഡേ. നോക്ക് ഡാഷിന് തൊട്ടുമ്പോ നോക്കുക ഓൺ എന്നറിയപ്പെടുന്ന ഒരു പദമുണ്ട്. ഇതിനെന്താ പറയാ? പ്രിപ്പോസിഷൻ. ആ പ്രിപ്പോഷൻ തൊട്ടുമ്പോ നോക്കുക എലിഫന്റ് ഒരു മൃഗല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ പ്രിപ്പോഷൻ, ആ പ്രിപ്പോഷൻ തൊട്ടുമ്പോ മൃഗം അല്ലെങ്കിൽ ഒരു വസ്തു വന്ന് ഇവിടെ എന്താ ചേർക്കുക? വിച്ചാണ് ശരി. ഇവിടെ എന്താ ചേർക്കുക? വിച്ചാണ് ശരി കേട്ടോ. ഇതാണ് വെച്ച് പറയാനുള്ള രണ്ടെണ്ണം. ഓക്കെ, ഇനി ഹൂസ് ചേർക്കേണ്ട ഭാഗം പറയുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കുക, ഹൂസ് ചേർക്കുന്ന സമയത്ത് നോക്കണം ഡാഷിന് തൊട്ട് മുമ്പ് 5 ആളുകളിൽ ആരെങ്കിലും ഒരാളുണ്ട് നോക്കണം. 5 ആളുകളിൽ ആരെങ്കിലും ഒരാൾ. ആ 5 ആളുകൾ ആയിരിക്കുക? ഒരു വ്യക്തി, ഒരു മൃഗം, ഒരു വസ്തു. ഇത് 3 നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഒരു പുതിയ 2 ആൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു നദി അല്ലെങ്കിൽ രാജ്യം. നദി അല്ലെങ്കിൽ രാജ്യം. അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ വ്യക്തിയോ ഒരു മൃഗമോ ഒരു വസ്തുവോ അല്ലെങ്കിൽ നദിയോ ഒരു രാജ്യമോ വന്നാൽ ശ്രദ്ധിക്കണം. അങ്ങനെ നോക്കണം. ഇതിൽ ആരെങ്കിലും ഒരാൾ വരും. ഇനി ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത നോക്കണം. അതൊരു നൗൺ ആകണം. നൗൺ ആകണം. ശ്രദ്ധിക്കണം, അത് പ്രൊണൗൺ അല്ല ആകേണ്ടത്, നൗൺ ആണ്. നൗൺ വേറെ, പ്രൊണൗൺ വേറെ. പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ ഐ, യു, ദേ, വി, ഹി, ഷി. ഇതിനാണ് പ്രൊണൗൺ എന്ന് പറയാം. അത് ഇവിടെ വരാനേ പാടില്ല. ഇവിടെ നൗണാ ചേർക്കേണ്ടത്. മനസ്സിലായി? നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊണൗൺ ഒഴിച്ച് വേറെ എന്ത് നിങ്ങൾ ഡാഷിനേഷൻ കണ്ടാലും അത് നൗൺ ആയിരിക്കും. പ്രൊണൗൺ ഒഴിച്ച് വേറെ എന്ത് നിങ്ങൾ ഡാഷിനേഷൻ കണ്ടാലും എന്തായിരിക്കും? അത് നൗൺ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് എന്ന് പറയണം, ഐ, യു, ദേ, വി, ഹി, ഷി. പ്രൊണൗണിൽ ഹസ്ബൻഡ് ഉണ്ടോ? പിന്നെന്താണ്? ഞാൻ മൊബൈൽ ഫോൺ എന്ന് പറയണം, ഐ, യു, ദേ, വി, ഷിയിലെ മൊബൈൽ ഫോൺ ഉണ്ടോ? ഇല്ല. അപ്പൊ വാട്ടർ എന്ന് പറയണ അയ്യുദ്ദേശിൽ വാട്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രൊണൗൺ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ പ്രൊണൗൺ അല്ല വേണ്ടത്. ഹൂസ് വരുന്ന സമയത്ത് ഡാഷ് കഴിഞ്ഞുടനെ അടുത്ത വാക്ക് നൗൺ ആകണം. നൗൺ എന്ന് പറഞ്ഞാൽ പ്രൊണൗൺ ഒഴിച്ച് വേറെ എന്ത് നിങ്ങൾ ഡാഷിനേഷൻ കണ്ടാലും അത് നൗൺ ആണ്. ആ നൗൺ കഴിഞ്ഞുടനെ ഒരാൾ കൂടി നിർബന്ധമായിട്ട് വരണം. ആരാ? ഓക്സിലറി വെർബ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബ് ഓർക്കുന്നുണ്ടോ? അത് നൗൺ കഴിഞ്ഞുടനെ നിർബന്ധമായിട്ട് വരണം. അങ്ങനത്തെ ഒരു ചോദ്യമാണെങ്കിൽ ഇവിടെ എന്ത് റിലേറ്റീവ് പ്രൊണൗൺ യൂസ് ചെയ്യാം? ഹൂസ്. മനസ്സിലായോ? ഡാഷിൽ തൊട്ടുമ്പ് 5 എണ്ണത്തിൽ ആരെങ്കിലും ഒരാൾ വരും. ആരൊക്കെയാ? ഒരു വ്യക്തി, ഒരു മൃഗം, ഒരു വസ്തു, ഒരു നദി, ഒരു രാജ്യം. ഇതിൽ ആരെങ്കിലും ഒരാൾ. ഇനി ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് എന്താ? നൗൺ ആകണം. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു പ്രൊണൗൺ ഐ, യു, ദേ, വി, ഹി, ഷി. ഇതിനെ പ്രൊണൗൺ എന്ന് പറയും. അത് ഇവിടെ ഒരിക്കലും വരരുത്. ഈ ഐ, യു, ദേ, വി, ഹി, ഷി ഒഴിച്ച് വേറെ എന്ത് നിങ്ങൾ ഇവിടെ കണ്ടാലും അതിനെന്താ വിളിക്കുക? നൗൺ. ആ നൗൺ കഴിഞ്ഞിട്ട് ഒരാൾ കൂടി നിർബന്ധമായിട്ട് വരണം. ആരാ? ഓക്സിലറി വെർബ്. ഞാൻ പറഞ്ഞു 20 ഓക്സിലറി വെർബ് ഓർക്കുണ്ടോ? അങ്ങനെ കണ്ടാൽ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊണൗൺ എന്താ? ഹൂസ്. ഓക്കെ, ശരി. ഞാനൊരു 3 ചോദ്യം ഇവിടെ ഇടുന്നുണ്ട്. The Ganges is a river dash water is very holy. അല്ലെ? തീർച്ചയായിട്ടും. നോക്കാം, ഡാഷ് തൊട്ടുമ്പോ നമുക്ക് ഒരു നദി ഉണ്ട്. ഒരു നദി, ഗംഗ എന്ന് അറിയപ്പെടുന്ന നദിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഈ കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡാഷ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താ? വാട്ടർ, ജലം. അയ്യു, ദേവി, ഹിഷില് വാട്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്താ വിളിക്കാൻ? നൗൺ. നൗൺ. ഇനി ആ നൗൺ കഴിഞ്ഞിട്ട് ഒരാൾ കൂടി വരണം. ആരാ? ഓക്സിലറി വെർബ്. ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബ് ഓർക്കുന്നുണ്ട് നിങ്ങൾ. അതിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. അതിൽ ആരെങ്കിലും ഒരാൾ ആ നൗൺ കഴിഞ്ഞ ഉടനെ വരണം, നിർബന്ധമായിട്ട് വരണം. ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ എന്താ ചേർക്കാം? ഹൂസ് ആണ് ചേർക്കുക. എന്താ ചേർക്കുക? ഹൂസ്. അടുത്തെന്താ? ജപ്പാൻ ഈസ് എ കൺട്രി ഡാഷ് പീപ്പിൾ ആർ വെരി ഹാർഡ് വർക്കിംഗ്. നോക്ക്, ഡാഷ് തൊട്ടുമ്പോൾ നോക്ക് കൺട്രി, ജപ്പാൻ എന്നറിയപ്പെടുന്ന രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് പീപ്പിൾ. പീപ്പിൾ, പീപ്പിൾ, പീപ്പിൾ. അയ്യുദേവിഷില് പീപ്പിൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്താ വിളിക്കുക? നൗൺ. നൗൺ. ഇനി ആ നൗൺ കഴിഞ്ഞ ഉടനെ ഒരാൾ കൂടി നിർബന്ധമായിട്ട് വരണം. ആരാ? ഓക്സിലറി വെർബ്. ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബിൽ ആരെങ്കിലും ഒരാളുണ്ടോ? ഉണ്ട്. 6 ഉണ്ട്. അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ ഒരു രാജ്യം, ഡാഷ് കഴിഞ്ഞുടനെ നൗൺ, ആ നൗൺ കഴിഞ്ഞ ഓക്സിലറി വെർബ്. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയാം. എന്താ വരിക? എന്താ വരിക? എന്താ വരിക? ഹൂസ് ആണ് ശരി. എന്താ വരിക? ഹൂസ്. അടുത്ത ചോദ്യം എന്താ? ഷീ ഈസ് ദ വുമൺ ഡാഷ് ഹസ്ബൻഡ് ഈസ് എ ഡോക്ടർ. നോക്കുക, ഡാഷിന് തൊട്ടുമ്പോ നോക്കുക വുമൺ എന്നറിയപ്പെടുന്ന ഒരു പദമുണ്ട്. വുമൺ അല്ലെ? അതൊരു വ്യക്തിയല്ലേ? അതൊരു വ്യക്തിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഡാഷിന് തൊട്ടുമ്പോ ഒരു വ്യക്തിയോ മൃഗമോ വസ്തുവോ നദിയോ രാജ്യമോ ഉണ്ടോ നോക്കണം. ഇവിടെ വ്യക്തിയുണ്ട്. ഇനി ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് ഹസ്ബൻഡ്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നൗൺ. അതെന്താ വിളിക്കുക? ഭർത്താവ്. അതൊരു നൗൺ, ഒരു നാമമാണിത്. അപ്പൊ ഭർത്താവ് അല്ലെ? ഞാൻ നോക്കുക ഡാഷ് കഴിഞ്ഞ അടുത്ത വാക്ക് നൗൺ ആണോ? ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ പ്രൊണൗൺ വരാൻ പാടില്ല. പ്രൊണൗൺ ഒഴിച്ച് വേറെ എന്തെങ്കിലും ഡാഷിനേഷൻ കണ്ടാലും അത് നൗൺ ആണ്. ആ നൗൺ കഴിഞ്ഞിട്ട് ഒരാൾ കൂടി വരണം. ഞാൻ പറഞ്ഞ 20 ഓക്സിലറി വെർബ് ഓർക്കണ്ട. ഓക്കെ, അതിൽ ആരെങ്കിലും ഒരാളുണ്ടോ? അവിടെ ഈസ്. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ എന്താ വരിക? ഹൂസിന് മാത്രമേ സ്ഥാനമുള്ളൂ. എന്താ വരിക? ഹൂസിന് മാത്രമേ സ്ഥാനമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശരി. അപ്പൊ ഇതാണ് ഹൂസ് വെച്ച് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ഏരിയ ആണ്, മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ദാറ്റ് പറയുന്നത് കേട്ടോ. ദാറ്റ് 4 ഭാഗത്താണ് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് 4 ഭാഗത്താണ് ആൻസർ ആയിട്ട് വരിക. അതിൽ 2 ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 2 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കുക? അതിൽ ഒന്നാമത്തെ എന്താ? ഡാഷിന് തൊട്ടുമ്പോ ഒരു വ്യക്തി വരും. ഇനി ഡാഷ് കഴിഞ്ഞ ഉടനെ അടുത്ത വാക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വരും. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ എന്താ? ഹു.
ഇവിടെ ദാറ്റും ചേർക്കാം അല്ലെ. ഹൂ ഇല്ലെങ്കിൽ അവിടെ ദാറ്റാണ് ശരി. രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ ഹൂവും ദാറ്റും ഉണ്ടെങ്കിൽ ഹൂ ആണ് ശരി, ഹൂ ഇല്ലെങ്കിൽ ദാറ്റാണ് ശരി. ഇതാണ് ദാറ്റ് ചേർക്കേണ്ട ഒന്നാമത്തെ ഭാഗം. ഇനി ദാറ്റ് ചേർക്കേണ്ട രണ്ടാമത്തെ ഭാഗം, ഡാഷിന് തൊട്ടുമ്പോ ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ വന്നാൽ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണൗൺ എന്താ? വിച്ച്. വിച്ച്. ഇവിടെ ദാറ്റും ചേർക്കാം, ഒരു തെറ്റുമില്ല. ഇത് രണ്ടും ചോയ്സ് ഉണ്ടെങ്കിൽ വിച്ച് ബബിൾ ചെയ്യണം, വിച്ച് ഇല്ലെങ്കിൽ ദാറ്റ് ബബിൾ ചെയ്യണം. ഓർക്കുണ്ടോ? ഇത് രണ്ടും ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ, എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ദാറ്റ് ചേർക്കേണ്ട മൂന്നാമത്തെ ഭാഗം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇത് ഒരുപാട് തവണ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കുക, ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് നിങ്ങൾ കണ്ടാൽ, ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് നിങ്ങൾ കണ്ടാൽ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്? സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡുകൾ എങ്ങനെ തിരിച്ചറിയാം? സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡുകൾ എങ്ങനെ തിരിച്ചറിയാം? അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വാക്ക് ദ കൊണ്ട് തുടങ്ങി അടുത്തത് ST അവസാനിച്ചാൽ ദ ബെസ്റ്റ്, ദ വേസ്റ്റ്, അല്ലെ, ദ ബിഗ്ഗസ്റ്റ്, ദ വൈസസ്റ്റ്, ദ ഹെവിയസ്റ്റ്, ദ ഷോർട്ടസ്റ്റ് ഒക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം. അല്ലെങ്കിൽ ഒരു വാക്കിന് തൊട്ടുമ്പോൾ ദ മോസ്റ്റ് വന്നാൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് ഹാൻസം, ദ മോസ്റ്റ് ക്വാളിഫൈഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന വാക്കിന് തൊട്ടുമ്പോൾ ദ മോസ്റ്റ് വന്നു, എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം അല്ലെ. അപ്പൊ ഒരു വാക്കിന് തൊട്ടുമ്പോൾ ദ മോസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു വാക്ക് ദ കൊണ്ട് തുടങ്ങി അടുത്ത വാക്ക് ST അവസാനിച്ചാൽ എല്ലാം സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം അല്ലെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് നിങ്ങൾ കണ്ടാൽ പിന്നീട് മനുഷ്യനാണോ, മൃഗാണോ, ജീവനുണ്ടോ, ജീവനില്ലേ, ഒന്നും നോക്കണ്ട, അവിടെ എന്താ ചേർക്കുക? ദാറ്റാണ് ചേർക്കുക. മറക്കരുത് കേട്ടോ. എന്താ ചേർക്കുക? അവിടെ ദാറ്റ്. മനുഷ്യനാണെങ്കിലും മൃഗാണെങ്കിലും ജീവനുണ്ടെങ്കിലും ജീവനില്ലെങ്കിലും ഒക്കെ ദാറ്റ ചേർക്കുക. എപ്പോ? ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് നിങ്ങൾ കണ്ടാൽ. ഓക്കെ, മറക്കരുത് കേട്ടോ. ഇതാണ് ദാറ്റ് ചേർക്കേണ്ട മൂന്നാമത്തെ ഭാഗം. ഈ നാലാമത്തെ ഭാഗം പറയുന്നത്. ഓക്കെ, രണ്ട് ചോദ്യം അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം എന്താ? ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ഡാഷ് ആർ അവൈലബിൾ ഇൻ അവർ ലൊക്കാലിറ്റി. നോക്കൂ, ഇവിടെ ദ ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് ഉണ്ട്, ദ ബെസ്റ്റ്. പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ ഒറ്റ റിലേറ്റീവ് ആണ് ചേർക്കുമ്പോൾ ആരാ? ദാറ്റ്. അടുത്തത് ഷീസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഡാഷ് ഐ ഹാവ് എവർ സീൻ. നോക്കൂ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. നോക്കൂ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് ആണ്. ഒന്നും നോക്കണ്ട, അവിടെ എന്താ ചേർക്കുക? ദാറ്റ്. വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, ശരി. അപ്പൊ ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേർഡ് കണ്ട എന്താ ചേർക്കുക? ദാറ്റ്. ഓക്കെ, ഇതാണ് ദാറ്റ് ചേർക്കുന്ന മൂന്നാമത്തെ ഭാഗം. ഇനി ദാറ്റ് ചേർക്കുന്ന അവസാനത്തെ ഭാഗം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നോക്ക്, ഡാഷിന് മുമ്പ് നോക്കുക, ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും ഒരു ഡാഷിന് മുമ്പ് എവിടെയെങ്കിലും ഈ 10 വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്കുണ്ട് നോക്കുക. ഈ 10 വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് ഡാഷിന് മുമ്പ് നിങ്ങൾ കണ്ടാൽ ഏതൊക്കെയാ 10 വാക്കുകൾ അറിയോ? ഓൾ, എനി, എവ്രിതിങ്, ലിറ്റിൽ, മച്ച്, നോ, നൺ, നത്തിങ്, ഓൺലി, സെയിം. ഏതൊക്കെയാ? ഓൾ, എനി, എവ്രിതിങ്, ലിറ്റിൽ, മച്ച്, നോ, നൺ, നത്തിങ്, ഓൺലി, സെയിം. ഈ 10 വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഡാഷിന് മുമ്പ് കണ്ടാൽ പിന്നീട് മനുഷ്യനാണോ, മൃഗാണോ, ജീവനുണ്ടോ, ജീവനില്ല, ഒന്നും നോക്കണ്ട, അവിടെ എന്താ ചേർക്കുക? ദാറ്റ ചേർക്കുക. മനസ്സിലായോ? അത് മനുഷ്യനാണെങ്കിലും മൃഗാണെങ്കിലും ജീവനുണ്ടെങ്കിലും ജീവനിലെങ്കിലും ഒക്കെ ദാറ്റ. ഏതൊക്കെയാ 10 വാക്ക്? ഓൾ, എനി, എവ്രിതിങ്, ലിറ്റിൽ, മച്ച്, നോ, നൺ, നത്തിങ്, ഓൺലി, സെയിം. ഇതിന് ചെറിയൊരു കോഡ് ഉണ്ട്, അവിടെ എഴുതിയിട്ട് ഞാൻ AELMNOS എന്നാ പറയാ. AELMNOS. അതിന് എന് സ്ക്വയർ ഇടുക, എന്നിന് ക്യൂബ് ഇടുക. എന് സ്ക്വയർ ഇടുക, എന്നിന് ക്യൂബ് ഇടുക. എന്താ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും അല്ലെ. അപ്പൊ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? ഓൾ, എനി. E എന്ന് പറഞ്ഞാൽ എന്താ? എവരിതിങ്. L എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്റിൽ. M എന്ന് പറഞ്ഞാൽ എന്താ? മച്ച്. N എന്ന് പറഞ്ഞാൽ എന്താ? നോ. N ക്യൂബ് ആണ്, 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? നോ, നൺ, നത്തിങ്. O എന്ന് പറഞ്ഞാൽ എന്താ? ഓൺലി. S പറഞ്ഞാൽ എന്താ? സെയിം. ഈ അപ്പൊ ഡാഷിന് മുമ്പ് AELMNOS നിങ്ങൾ കണ്ടാൽ പിന്നീട് മനുഷ്യനാണോ, മൃഗാണോ, ജീവനുണ്ടോ, ജീവനില്ല, ഒന്നും നോക്കണം, അവിടെ ദാറ്റ വരിക കേട്ടോ. ശരി, രണ്ട് ചോദ്യം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. മാൻ ഈസ് ദ ഓൺലി ആനിമൽ ഡാഷ് ക്യാൻ സ്പീക്ക്. അവിടെ ഓൺലി ഉണ്ട്, കണ്ട നിങ്ങൾ ഒന്നും നോക്കണ്ട, AELMNOSന്റെ വാക്കാണ്. എന്താ വരിക? ദാറ്റ ആണ്. ശരി, ഇവിടെ മൃഗാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒക്കെ ദാറ്റ വരിക. അടുത്ത ഹി ഡിഡ് ദ സെയിം ഡാഷ് ഐ ഡിഡ്. സെയിം ഉണ്ട്, കണ്ട നിങ്ങൾ, എന്താ വരിക? ദാറ്റ്. അപ്പോ AELMNOSന്റെ ഒരു വാക്കാണ് ഈ സെയിം, ഓൺലി. ഈ വാക്കുകളിൽ ഏതെങ്കിലും എവരിതിങ്ങോ ഓൾന്നോ അല്ലെ ഒക്കെ കണ്ട, ഒക്കെ അവിടെ എന്താ ചേർക്കുക? ദാറ്റ് ആണ് ചേർക്കുക. മറക്കരുത് കേട്ടോ. ശരി, ഇതാണ് ദാറ്റ് ചേർക്കേണ്ട ഭാഗങ്ങൾ. ഓക്കെ, ദാറ്റ് ചേർക്കേണ്ട 4 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, അത് നന്നായിട്ട് ഓർക്കുക കേട്ടോ. ഇനി വേർ, അവസാനത്തെ ഭാഗമാണ് വേർ. വേർ ചേർക്കുന്ന ഭാഗം ഒറ്റ ഭാഗമുള്ളൂ. PSC വളരെ വിരളമായിട്ട് ചോദിക്കാറുള്ളൂ, എന്നാലും ചോദിച്ചിട്ടുണ്ട്, പഠിക്കേണ്ട കാര്യമാണ്. സിമ്പിൾ ആണ്. ഡാഷിന് മുമ്പ് ദ പ്ലേസ് എന്ന് കണ്ടാൽ, ഡാഷിന് തൊട്ട് മുമ്പ് വരും. ഡാഷിന് തൊട്ട് മുമ്പ് ദ പ്ലേസ് എന്ന് കണ്ടാൽ ഒന്ന് നോക്കണം, അവിടെ വേറെ വരാം. ഡാഷിന് തൊട്ട് മുമ്പ് ദ പ്ലേസ് എന്ന് കണ്ടോ, ഒന്ന് നോക്കണം, അവിടെ എന്താ വരിക? വേറാണ്. ശരി കേട്ടോ. ഓക്കെ, 2 ചോദ്യം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ഐ വാസ് ബോൺ. നോക്ക്, ഡാഷിന് തൊട്ട് മുമ്പ് പ്ലേസ് ഉണ്ട്, കണ്ടോ, എന്താ വരിക? വേർ ഐ വാസ് ബോൺ. അടുത്ത ദാറ്റ് വാസ് ദ പ്ലേസ് ഡാഷ് ഐ ലോസ്റ്റ് മൈ ബാഗ്. ദ പ്ലേസ് ഉണ്ട്, കണ്ടോ, എന്താ വരിക? വേറെ വരിക.
അപ്പൊ ഡാഷിന് തൊട്ട് മുമ്പ് നിങ്ങൾ ദ പ്ലേസ് എന്ന് നിങ്ങൾ കണ്ടാൽ ഒന്നും നോക്കണ്ട, അവിടെ എന്താ വരിക, വേർ എന്നറിയപ്പെടുന്ന റിലേറ്റീവ് പ്രൊണൗൺ യൂസ് ചെയ്യുക. ഓക്കെ, ശരി, ഓക്കെ. അപ്പൊ ഇതാണ് റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറഞ്ഞ സാധനം. പിടികിട്ടിയില്ലേ? ഹു, ഹും, ഹൂസ്, ദാറ്റ്, വിച്ച്, വേർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹു, ഹും, ഹൂസ്. ഈ മൂന്നെണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒക്കെ ചോദിക്കാറുണ്ട്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹു, ഹും, ഹൂസ് ആണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എല്ലാം നന്നായിട്ട് നോക്കുക. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം. 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്